മച്ചാ. ഇവിടെ കിട്ടില്ലേ? ഇവിടെ എല്ലാം പോയിക്കോളാം മക്കളെ. ഞാൻ ഇന്നലെ റൂമിൽ ടിസം പറഞ്ഞു അവന്റെ ഉള്ളിൽ ഇച്ചിരി ആത്മാവ് കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഈ ഇച്ചിരി ആത്മാവ് എന്തുവാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊക്കെ പറഞ്ഞു തരാന്നൊക്കെ പറഞ്ഞു. തിരി തേങ്ങാ പിണ്ണാക്ക്, തിരി പരത്തി കുരു, തിരി തവിട്. അതെനിക്കൊന്ന് പറഞ്ഞു, എനിക്ക് ഇതുവരെ അറിയത്തില്ല. അപ്പൊ താങ്കൾക്ക് ആത്മാവ് എന്താണെന്ന് താങ്കൾക്ക് അറിയത്തില്ല. കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും, അന്നേരം വന്ന് താഴെ ഇരുന്ന് കേൾക്കുക. ആര് കണ്ടില്ല, അപ്പില് ചവിട്ടിയല്ലേ. ലോകോപ്പേ, ഞാൻ എന്ത് പ്രാർത്ഥിക്കാം? നീ പോയി പ്രാർത്ഥിക്കാം. ആ ബൈബിൾ എടുത്ത് വായി തോന്നി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്നേ. അന്നേരം എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, കത്തോലിക്കൻ എന്നും പറഞ്ഞ്, പെന്തക്കോസുകാരെന്നും പറഞ്ഞ്, ബ്രദറൻ എന്നും പറഞ്ഞ് അവനൊന്നും ഇതുപോലെയുള്ള റൂമുകളിൽ ഇരിക്കുന്നതിനോ തമാശം പറഞ്ഞ് കെട്ടിയും പിടിച്ച് ചായം കുടിച്ചിരിക്കുന്നതിന് ഒരു മടിയുമില്ല. അപ്പൊ ഇവന്മാരെ ഒന്നും ക്രിസ്ത്യാനികളല്ല, നശിക്കാൻ വേണ്ടി ദൈവം വ്യാജമായതിനെ വിശ്വസിക്കാൻ പേരും ദുരാത്മാന്മാരുടെയൊക്കെ മുകളിലേക്ക് എപ്പം വീഴുമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി. അവസാന കാലത്ത് നിന്ന് 2 പ്രവാചകന്മാരുണ്ട്. ലോകത്തോട് മുഴുവൻ അവർ പ്രവചിക്കും, പക്ഷെ ലോകം അവരെ കളിയാക്കും, അവരെ എന്ത് ചെയ്യും, ലാസ്റ്റ് അവരെ കൊല്ലും. 3 ദിവസം കഴിയുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് പോകും. അപ്പോൾ ആ ലോകത്തിന്റെ ശത്രുവായിരുന്നു ആ പ്രവാചകന്മാർ. ആന്റി ക്രൈസ്റ്റിന്റെ ഷാഡോകൾ ഇപ്പോഴേ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഈ പ്രവാചകന്മാരുടെ ഷാഡോയും ഉണ്ട്. ആ ഷാഡോയുടെ അരൂപി ആയിരിക്കാം എന്നിൽ പ്രവർത്തിക്കുന്നത്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആളുകൾ എന്നെ കളിയാക്കും, എനിക്ക് വട്ടാന്ന് പറയും. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ദൈവം നാളെ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ദുരാത്മാവ് മുദ്രയായിട്ട് മണ്ടയിലേക്ക് ഇറക്കുമ്പോൾ അവൻ ദൈവത്തോട് ചോദിക്കരുത്, എന്താണ് ദൈവമേ നീ അനീതിയല്ലേ പ്രവർത്തിച്ചത്? അപ്പോൾ ദൈവം പറയും, ടിസൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ അയച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നില്ലായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല? ദൈവം ചോദിക്കും. ടിസൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ അയച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നില്ലായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല? ദൈവം ചോദിക്കും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിലുള്ള സകല ആൾക്കാരും ടിസൻ ഭ്രാന്തനാണെന്നും ബട്ടനാണെന്നും തുണിയില്ലാത്തവനാണെന്നും പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും.